കൊല്ലം പരവൂരിൽ എസ്ഐമാർക്കെതിരായ സ്ത്രീധന പീഡന അതിക്രമ കേസിൽ പരാതിക്കാരിയുടെ ഭർത്താവായ എസ്ഐയെ സസ്പെൻഡ് ചെയ്തു. വർക്കല എസ്ഐ ആയിരുന്ന എസ് അഭിഷേകിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് റേഞ്ച് ഡിഐജി ഉത്തരവിറക്കി. കേസിലെ മറ്റൊരു പ്രതിയായ എസ്ഐ ആശയെ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. മീഡിയ വണ്ണാണ് എസ്ഐമാർക്കെതിരായ പരാതി പുറം ലോകത്തെ അറിയിച്ചത്. മീഡിയ വൺ ഇമ്പാക്ട്. എനിക്ക് ചൈത്ര മാഡത്തിനെ ഞാൻ ഇനിയും കാണും. അവിടെ എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. എൻ്റെ ഒരു അവസ്ഥ ഇനി ഒരാൾക്ക് വരരുത്. എസ് ഐ അഭിഷേക് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭാര്യയെ മർദ്ദിച്ചുവെന്നാണ് കേസ്. വകുപ്പുതല അന്വേഷണം നടത്തിയാണ് അഭിഷേകിനെ സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു. അഭിഷേകും വനിത എസ് ഐയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ എതിർത്ത ഭാര്യയെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചുവെന്നും വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിൽ. തിരുവനന്തപുരം റേഞ്ച് ഡിഐജി എസ് അജിത ബീഗമാണ് എസ് ഐ എസ് അഭിഷേകിനെ സസ്പെൻഡ് ചെയ്തത്. അഭിഷേകിന്റെ അവിഹിത ബന്ധവും പെരുമാറ്റ ദൂഷ്യവും പോലീസ് സേനയ്ക്ക് അപമാനമുണ്ടാക്കുന്നതെന്ന് ഉത്തരവിൽ. ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അഭിഷേക് ഭാര്യയെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയതെന്നും കണ്ടെത്തൽ. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട കേസിലെ മറ്റൊരു പ്രതി എസ് ഐ ആശ പരാതിക്കാരിയെ മാനസികമായി തളർത്തുക എന്ന ഉദ്ദേശത്തോടെ അഭിഷേകുമൊത്തുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിച്ചുവെന്ന് ഉത്തരവിൽ പറയുന്ന എസ് ഐ ആശയെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. അഭിഷേകിന്റെ സസ്പെൻഷൻ ഉത്തരവിൽ ആശയ്ക്കെതിരെയും ഗൗരവതരമായ കണ്ടെത്തലുകളുണ്ട്. പോലീസിനുള്ളിലെ ഉന്നതരുടെ പിന്തുണ കാരണമാണ് എസ് ഐ ആശയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകാത്തതെന്നതാണ് പരാതിക്കാരിയുടെ ആക്ഷേപം. ലിജോ റോളൻസ്, മീഡിയ വൺ, കൊല്ലം.